ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് തന്നെ വർഷയ്ക്ക് ഒട്ടും തന്നെ അങ്ങ് ദഹിക്കുന്നില്ല. വിശ്വസിക്കാൻ പോലും കുറച്ച് പ്രയാസം തോന്നി. ശ്രുതി രണ്ടാമതും ഗർഭം ധരിക്കാനുള്ള ചികിത്സക്കായി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അതിനുള്ള മരുന്നുകൾ എടുക്കാൻ അതെങ്ങനെ ശരിയായിരിക്കും? ആദ്യമേ ഒരു കുഞ്ഞുണ്ടെങ്കിൽ മാത്രമല്ലേ രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് പറയാൻ പറ്റുള്ളൂ. വർഷയ്ക്ക് ഇതൊട്ടും തന്നെ വിശ്വസിക്കാനേ പറ്റിയില്ല. രേവതി വർഷയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം പുറത്താരും അറിയരുത് എന്ന്. പക്ഷേ ഇത് കേട്ടിട്ട് വർഷയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഉള്ളിൽ വെച്ചോണ്ടിരിക്കാനും ആവില്ലല്ലോ. അവൾ നേരെ മുറിയിലേക്ക് വന്ന് ശ്രീകാന്തിനോട് ഈ ഒരു കാര്യം പറഞ്ഞു. ഇത് കേട്ടതും ശ്രീകാന്ത് അവളോട് ഒരുപാട് അങ്ങ് ചൂടായി. വർഷേ, നീ ഒന്ന് വെറുതെ ഇരുന്നിക്കുന്നുണ്ടോ? നീ വെറുതെ ഇങ്ങനെ ഓരോ തമാശ പറയത്. ഇത് ശ്രുതി ചേച്ചിയുടെ ജീവിതത്തിന്റെ കാര്യമാണ്. എപ്പോഴും നീ തമാശ പറയുന്നത് പോലെ ഇതിനെ നീ കാണരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വർഷ വിട്ടുകൊടുക്കത്തില്ല. എന്താ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ വെറുതെ തമാശ പറയുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എന്നോട് ഇത് പറഞ്ഞത് രേവതി ചേച്ചിയാണെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. രേവതി ചേച്ചി ഒരിക്കലും വെറുതെ കള്ളം പറയില്ലല്ലോ. സത്യം അറിയാതെ ചേച്ചി ഒന്നും പറയില്ലെന്ന് ശ്രീകാന്തിനും അറിയാമായിരുന്നു. എങ്കിലും അവന് സംശയം. നിനക്ക് ഉറപ്പാണോ എന്ന് അവൻ വീണ്ടും ചോദിച്ചു. രേവതി ചേച്ചിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല എന്ന് വർഷ വീണ്ടും പറഞ്ഞു. അപ്പൊ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുൻപേ തന്നെ പ്രഗ്നന്റ് ആയിരുന്നു അവര്? രണ്ടാമത്തെ കുഞ്ഞിന് മരുന്ന് കഴിക്കാൻ വേണ്ടി പോയെങ്കിൽ ആദ്യത്തെ കുഞ്ഞ് എവിടെ പോയി എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. വർഷക്കും അത് തന്നെയായിരുന്നു സംശയം. ഒരു പക്ഷേ പഴയ വല്ല ബോയ്ഫ്രണ്ടും ഉണ്ടായിരുന്നോ എന്ന് വർഷ ചോദിച്ചു. സുധിയേട്ടനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ വീണ്ടും ഗർഭിണിയാകാൻ പോകുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് അവർ പറയുന്നത്. ശ്രീകാന്തിന് ഇതൊട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യമെന്ന് വർഷ ആവർത്തിച്ചു. ഹോസ്പിറ്റലിൽ പോയ കാര്യവും മരുന്ന് കഴിച്ചാലേ ഇനി ഗർഭിണിയാവൂ എന്ന പ്രശ്നവുമൊക്കെ അവൾ വിവരിച്ചു. ഇത് കേട്ട് ആകെ ടെൻഷനായ ശ്രീകാന്ത് നേരെ സച്ചിയുടെ അടുത്തേക്ക് പോയി. ആരോടെങ്കിലും ഇത് പറയാതെ അവന് ഇരിക്കാൻ പോലും പറ്റില്ല. സച്ചി ഇത് കേട്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി. എടാ, നീ ഈ പറയുന്നതൊക്കെ സത്യാണോ? നിന്നോട് ഇത് ആരാ പറഞ്ഞത് എന്ന് സച്ചി ചോദിച്ചു. വർഷ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ സച്ചിക്കും തോന്നി ഇതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന്. ശ്രുതി പക്ക ഫ്രോഡാണെന്ന് എനിക്ക് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു എന്ന് സച്ചി പറഞ്ഞു. അവരുടെ പെരുമാറ്റം കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയോ മറക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അവരൊരു ഫ്രോഡാണ്. കൂട്ടിന് ശ്രുതിയുമുണ്ടല്ലോ. എന്നാലും സച്ചിയേട്ടാ, എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നു എന്ന് ശ്രീകാന്ത് പറഞ്ഞു. സച്ചി പറയുന്നുണ്ട്, ഇത് നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല ശ്രീകാന്തേ. സച്ചിയേട്ടനോടായിട്ട് ഇനി പ്രശ്നമുണ്ടാക്കരുതെന്ന് ശ്രീകാന്ത് പറഞ്ഞുവെങ്കിലും സച്ചിയുടെ ഉള്ളിൽ ഇതൊന്നും തന്നെ ഒതുങ്ങി നിന്നില്ല. സച്ചി നേരെ ടെറസിലേക്ക് പോയി രവീന്ദ്രനെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. അച്ഛാ, എനിക്കൊരു ഗൗരവമുള്ള കാര്യം പറയാനുണ്ട്. സച്ചി അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് രവീന്ദ്രന് വിവരിച്ചു കൊടുത്തു. ഈ കാര്യം കേട്ട് രവീന്ദ്രന് ആദ്യം തന്നെ ദേഷ്യമാണ് വന്നത്. നീ വല്ലതും അടിച്ചിട്ടുണ്ടോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സച്ചിയെ കൊണ്ട് ഊതിപ്പിച്ചു. മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ രവീന്ദ്രനും ആകെ കൺഫ്യൂഷനായി. അച്ഛാ, ഞാനിത് മദ്യപിക്കാതെ സ്വയം ബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. പാർലലേട്ടത്തി ഇപ്പൊ അമ്മയെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിന് തന്നെയാണ്. ഇതിലെന്തൊക്കെയോ വലിയ കള്ളത്തരമുണ്ട്. ശ്രുതിയുടെയും സുധീരയും ജീവിതം വെച്ചുള്ള കളിയാണിത്. ഇത് നിസ്സാരമായി കാണരുത് എന്ന് സച്ചി പറഞ്ഞു. സച്ചി പോയി കഴിഞ്ഞപ്പോൾ രവീന്ദ്രന് ഇത് ആലോചിച്ചുകൊണ്ട് തന്നെ ആകെ ടെൻഷനായി. ഇതേതായാലും ചന്ദ്രമതിയോട് പറയാതെ പറ്റില്ല. അങ്ങനെ രവീന്ദ്രൻ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നേരെ പോയിട്ട് ചന്ദ്രമതിയോട് പറയാണ്. ചന്ദ്രമതിയുടെ ശ്രുതിയെക്കുറിച്ച് താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതിക്കാണെങ്കിൽ ഒട്ടും തന്നെ സഹിക്കാനാവില്ല. രവിയേട്ട, നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്തും അങ്ങ് വിളിച്ചു പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊടുത്തിനെ അവൾ അങ്ങ് തട്ടിക്കയറി. പക്ഷേ രവീന്ദ്രൻ വിട്ടുകൊടുത്തില്ല. അവൾ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയ കാര്യവും ആദ്യത്തെ ഗർഭത്തിന്റെ രഹസ്യവുമൊക്കെ വീണ്ടും ചോദിച്ചു. ചന്ദ്രമതിക്ക് അത് അറിഞ്ഞേ തീരൂ. അവൾ ദേഷ്യപ്പെട്ട് നേരെ സുധീരയും മുറിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കഥകിലങ്ങ് മുട്ടി. ചന്ദ്രമതിയുടെ ബഹളം കേട്ട് സച്ചിയും രേവതിയും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തി. സുധിയും ശ്രുതിയും പുറത്തേക്ക് വന്നു. എന്തിനാ അമ്മ എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ് സുധി. ശ്രുതി പാവം ചമഞ്ഞുകൊണ്ട് തന്നെ എന്താ ആന്റി എന്താ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ചന്ദ്രമതി ആണെങ്കിൽ വിട്ടുകൊടുത്തില്ല. എടി, നിന്നെയൊക്കെ ഞാൻ മകളെ പോലെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ നീ എന്നെ ഇത്ര കാലം പറ്റിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എടി, നീ രണ്ടാമത്തെ കുഞ്ഞിന് ചികിത്സ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നോ എന്ന് ചന്ദ്രമതി നേരിട്ടങ്ങ് ചോദിച്ചു. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ ശ്രുതിയും സുധിയും ആകെ ഞെട്ടിപ്പോവാണ്. സത്യമെല്ലാം അമ്മ അറിഞ്ഞോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ശ്രുതി ഞെട്ടി നിൽക്കുന്നത്. എന്നാൽ അമ്മ ഇതെന്തൊക്കെ അസംബന്ധമാണ് വിളിച്ചു പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്രുതി അമ്മയോടങ്ങ് തട്ടിക്കയറി. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആദ്യത്തെ കുഞ്ഞില്ലാതെ എങ്ങനെയാ ഇവൾക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുന്നത്? പക്ഷേ ചന്ദ്രമതി ശ്രുതിയോട് തന്നെ ആ ഒരു സത്യം പറയാൻ ആവശ്യപ്പെട്ടു. ശ്രുതി വീണ്ടും ചോദിച്ചു. ശ്രുതി, നീ ഇതിനു മുൻപ് പ്രഗ്നന്റ് ആയിരുന്നോ എന്ന് ചോദിക്കാണ്. ആണെങ്കിൽ തന്നെ അത് കല്യാണത്തിന് മുൻപാണോ ശേഷമാണോ എന്ന് ചോദിക്കുന്നതോടുകൂടി തന്നെ ശ്രുതി ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ പിന്നെ മറുപടി പോലും നൽകാൻ കഴിയുന്നില്ല.
പറ ശ്രുതി, നീ ഗർഭിണിയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുൻപാണോ കല്യാണത്തിന് ശേഷമാണോ നീ ഗർഭിണി ധരിച്ചിരുന്നത്? ശ്രുതി ആകെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന സമയത്തിന് ചന്ദ്രമതി അവനെ തടഞ്ഞു. എന്നിട്ട് അവളോടായിട്ട് ചോദിക്കുന്നുണ്ട്, എടി നീ കല്യാണത്തിന് മുൻപ് ഗർഭിണി ആയിട്ടുണ്ടോ എന്ന് എനിക്കിപ്പം തന്നെ സത്യം അറിയണമെന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് അലറി. ഒടുവിൽ ഗതികെട്ട ശ്രുതി ആ സത്യം അങ്ങ് വിളിച്ചു പറഞ്ഞു. താൻ ഗർഭിണിയായിരുന്നു എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് സമ്മതിക്കാണ് ശ്രുതി. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ ശ്രുതി ആകെ തകർന്നു പോയി. താൻ അറിയാതെ ഇത്രയും വലിയൊരു കാര്യം ഇവിടെ നടന്നോ എന്നവൻ വേദനയോടെ ചോദിച്ചു. എന്നാൽ ശ്രുതി കള്ളം പറയുകയായിരുന്നു എന്ന് രേവതിക്കും സച്ചിക്കും തോന്നുന്നുണ്ടെങ്കിലും ചന്ദ്രമതി ആ ഒരു കള്ളക്കഥ അങ്ങ് വിശ്വസിച്ചു കഴിഞ്ഞു. ശ്രുതിയുടെ വാക്കുകൾ കേട്ട് ആ മുറിയിലുണ്ടായിരുന്നവർ ഒരു നിമിഷം ശ്വാസം വിടാൻ പോലും മറന്നുപോയി. ചന്ദ്രമതിയുടെ കൈകളെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു. ശ്രുതി തന്റെ പ്രിയപ്പെട്ടവളുടെ മുഖത്തേക്ക് നോക്കി വിശ്വസിക്കാനാവാതെ ആകെ തകർന്നു നിൽക്കുകയാണ്. ചന്ദ്രമതിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും കലർന്ന ശബ്ദത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അപ്പോ നീ ഇത് സമ്മതിച്ചിരിക്കുന്നു അല്ലേ? നീ എല്ലാവരെയും വഞ്ചിക്കുമായിരുന്നു അല്ലേ? ശ്രുതിയെ പോലും നീ ഒന്നും അറിയിച്ചില്ലല്ലോ. ആരാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ? എവിടെയാണ് ആ കുഞ്ഞ്? ശ്രുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ തറയിലിരുന്നു. അവൾക്ക് വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അപ്പോഴേക്കും രേവതി മുന്നോട്ട് വന്ന് ശ്രുതിയെ താങ്ങാൻ ശ്രമിച്ചു. രേവതി പറയുന്നുണ്ട്, അമ്മേ ദയവായി ഇപ്പോൾ അവളെ നിങ്ങളെല്ലാവരും ചേർന്ന് കൂടുതൽ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. അവൾക്ക് പറയാനുള്ളത് കൂടി നിങ്ങളൊന്ന് കേൾക്കണം. അവളുടെ ഭാഗം കൂടെ നിങ്ങളൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതി ശ്രുതിക്ക് വേണ്ടി സംസാരിക്കാണ്. ശ്രുതി വിതുമ്പലോടുകൂടെ തന്നെ പറഞ്ഞു, ആൻറ്റി, ഞാൻ ആരെയും വഞ്ചിക്കാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അതെൻ്റെ ജീവിതത്തിലെ കറുത്ത നാളുകളായിരുന്നു. സുധീരെ ഞാൻ പരിചയപ്പെടുന്നതിന് മുൻപ് വർഷങ്ങൾക്ക് മുൻപേ നടന്നൊരു കാര്യമാണിത്. എൻ്റെ അച്ഛൻ പോലും അറിയാത്തൊരു സത്യം. ശ്രുതി പെട്ടെന്ന് ശ്രുതിയുടെ അരികിലേക്ക് വന്ന് അവളുടെ തോളിൽ അങ്ങ് പിടിച്ചു. അവൻ്റെ കണ്ണുകളെല്ലാം തന്നെ നിറഞ്ഞിരുന്നു. ശ്രുതി, നീ എന്തിനാണ് ഈ ഒരു കാര്യം എന്നിൽ നിന്നും മറച്ചു വെച്ചത്? നിന്റെ ഭൂതകാലം എന്താണെങ്കിലും ഞാൻ നിന്നെ സ്വീകരിക്കുമായിരുന്നില്ലേ? പക്ഷേ നീ പറഞ്ഞ ഈ ഒരു കള്ളം എന്നെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. ശ്രുതി വിറക്കുന്ന ശബ്ദത്തിൽ തൻ്റെ കഥ പറയാൻ തുടങ്ങി. തനിക്ക് പ്രായപൂർത്തിയായപ്പോൾ തന്നെ തൻ്റെ വീട്ടുകാരെല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ചിരുന്നുവെന്നും അതും ഒരുപാട് വയസ്സനായ ഒരു കിളവനെ കൊണ്ടാണ് തന്നെ വിവാഹം കഴിപ്പിച്ചത് എന്ന കഥയെല്ലാം തന്നെ ശ്രുതി എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അതിൻ്റെ റീസൺ എന്താണെന്നൊന്നും പറയുന്നില്ല. ശരിക്കും ശ്രുതിയുടെ വീട്ടിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ളത് കൊണ്ട് തന്നെ ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ഒരു ജീവിതം കിട്ടണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ശ്രുതിയുടെ മാതാപിതാക്കൾ അവളെ കൊണ്ട് വയസ്സനായ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ കാര്യമൊന്നും തന്നെ ശ്രുതി ഇവിടെ തുറന്നു പറയുന്നില്ല. കല്യാണം കഴിപ്പിച്ചിരുന്നുവെന്നും അതിൽ തനിക്കൊരു കുഞ്ഞുണ്ട് എന്നും, എന്നാൽ ആ കുഞ്ഞ് ജനിച്ചതോടുകൂടി തന്നെ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചുപോയി എന്ന സത്യമെല്ലാം തന്നെ ഒടുവിൽ ഗതി കെട്ടുകൊണ്ട് തന്നെ ശ്രുതിക്ക് പറയേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു സത്യം എല്ലാവരും അറിയുന്നതോടുകൂടി തന്നെ വീടാകെ, ചന്ദ്രോദയത്തിലെ വീടാകെ തന്നെ സ്തംഭിച്ച് നിന്നു പോവാണ്. പിന്നീട് ഇനി ചന്ദ്രമതി എന്ത് ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.